ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു, അതിന്റെ മറുപടി. യൻസിലു റബ്ബുനാ തബാറക വ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് റബ്ബ് ചോദിക്കും മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ല. ഇങ്ങനെ അർത്ഥം വെക്കുമ്പോഴേക്കും ആള് ബിദ്അത്തായോ, ആള് ബിദ്അഇയായോ, ആള് പുത്തനാശയക്കാരനായി മാറിയോ? ആരാ ഈ പുത്തനാശയെന്ന് ചാപ്പ വെക്കുന്ന ആളുകളൊന്ന് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരൊന്ന് കണ്ടുപഠിക്കാനാണ്, അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ, എന്നിട്ടെങ്കിലും നമുക്കും ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടുക. അല്ലാഹു തആല ഇറങ്ങി വരും. അല്ലാഹുവിനോട് യോജിക്കുന്ന നുസൂലൻ യലീഖു ബിഹി എന്ന ആ വാക്കിന് നമ്മൾ പിന്നീട് വ്യാഖ്യാനം കൊടുക്കണം. അർത്ഥം വെക്കുമ്പോൾ അങ്ങനെ അർത്ഥം വെക്കുക. ഉസ്താദുമാര് പറയില്ലേ, അല്ലാഹുവിന്റെ ഫസ്നഇൽ ഫുൽക ബിഅയുനിനാ, എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ ബിഅയുനിനാ വ വഹീനാ എന്ന അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിഖായോ, ആള് കപടവിശ്വാസിയായോ, ആള് മുബ്തദിആയോ? വാക്കുകൾക്ക് അർത്ഥം പറയൂലേ? അള്ളാഹുവിന് കണ്ണില്ല, അള്ളാഹുവിന് കാത്, കൈ, മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു ഖൽഖിന്റെയോ ഉപമ അള്ളാഹുലേക്ക് ബാധകമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല. ഇതറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്ക് അർത്ഥം വെക്കും, അർത്ഥം വെച്ചു പോകൂലേ? അങ്ങനെ അർത്ഥം വെച്ച് അതൊരു പിഴവ് സംഭവിച്ചു. ഇനി അതല്ല, അർത്ഥം വെച്ചു പോയി, നമ്മൾ തെളിവ് ധരിക്കുകയല്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു വിഷയത്തെ സമർത്ഥിക്കുകയാണെങ്കിൽ ആ ആക്ഷേപം